ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് രാവിലെ കണ്ടപ്പോഴേ മനസ്സിലായല്ലേ, ഇഡലിയും ദോശയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ എനിക്ക് ഒട്ടും സമയമില്ല, ബീഫ് അച്ചാറൊക്കെ ഇടുന്നത് കൊണ്ട് എനിക്ക് അരി അരച്ച് വെക്കാൻ നേരം സെപ്പറേറ്റ് ഇല്ല, മില്ലറ്റൊന്നും ചേർക്കാൻ സമയം കിട്ടില്ല. ഇന്നെല്ലാം കൂടെ അങ്ങ് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ കൊച്ചന് കൊണ്ട് കൊടുത്തു കാപ്പി. പൂർമോനുള്ളത് ഗ്ലാസ്സിൽ അങ്ങനെ വെച്ചേക്കുന്നേ ഉള്ളൂ. കുറച്ചുകൂടെ തണുത്തിട്ട് അവനെ ഇപ്പം ഞാൻ എന്തോ ചെയ്യുന്നു, ഞാൻ പറഞ്ഞില്ലേ കുടിച്ചിട്ട് പോകത്തില്ലെന്ന്. കാരണം അവൻ ഇത്തിരി ലേറ്റായിട്ടാണ് എണ്ണീക്കുന്നത്, അതുകൊണ്ട് അവൻ കുടിച്ചിട്ട് പോകത്തില്ല. എനിക്ക് അന്നേരം അവന് പിന്നെ വീണ്ടും വാഷ്റൂമിൽ പോകണമെന്ന് പറയും, ടോയ്ലറ്റിൽ പോകണമെന്ന് പറയും. അതുകൊണ്ട് ഞാനിപ്പോൾ എന്തോ ചെയ്യുന്നോ, ഈ പ്രൈസമോനെ എണ്ണിപ്പിക്കത്തില്ല, ഒരു 6:30 ആകുമ്പോഴേ ഞാൻ ഇവനെ എണ്ണിപ്പിച്ച് നമ്മൾ തള്ളമാര് ചെയ്യുന്നത് പോലെ. റീച്ചൻ പറയും, എന്തിനാ ഇങ്ങനെ നീ മെനക്കേടുന്നത്, അവൻ കുടിച്ചില്ലെങ്കിൽ വൈകിട്ട് കൊടുത്താൽ മതിയെന്ന് പറയും. അപ്പോൾ നമ്മുടെ അമ്മമാർക്കൊക്കെ അതൊരു മനസ്സിനൊരിതല്ലേ, അവനൊന്നും കുടിക്കാതെ പോകുന്നെന്നുള്ള ഇതിൽ കഴിക്കത്തും ഇല്ല. അപ്പം ഞാൻ അവനെ ഉറക്കത്തിൽ ഇങ്ങനെ പിടിച്ചെണ്ണിപ്പിച്ചിട്ട് വായി വെച്ച് ഇങ്ങനെ കുടിപ്പിച്ചിട്ട് അതുപോലെ പിടിച്ച് കിടത്തും. എന്നിട്ട് 9 മണിക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ ഞാനൊരു 7:30 ആകുമ്പോഴത്തേക്കിന് വിളിക്കും. അപ്പോൾ ദോശ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടേ. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അയ്യേ ബ്രഷ് ചെയ്യാതാണോ കാപ്പി കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ പണ്ട് തൊട്ടേ അങ്ങനെ കേട്ടോ, ബ്രഷ് ചെയ്യുന്നതിന് വിട്ട് കാപ്പി കുടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇവർക്ക് റൈസമോന് വേണ്ട, പോൾമോന് ഞാൻ 2 ടിഫിൻ കൊടുത്തു വിടും. അവനൊരു 10:30 ഒരു ടിഫിനുണ്ട്, അല്ലാതെ 12:30 ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ പറയും, ഇവൻ ഇവിടെ വന്ന് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരാനായിട്ട് ഒത്തിരിയും ലേറ്റാവും ബസ് കിട്ടാനൊക്കെ. അപ്പോൾ അവനവിടെ നിന്ന് എന്തെങ്കിലും വടാപ്പാവോ, ഇവിടുത്തെ മെയിൻ ഫുഡല്ലേ വടാപ്പാവോ, ഞാൻ പറയും വെളിയിലത്തെ കഴിക്കേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ ഒരു ടിഫിനൂടെ കൊടുത്തു വിടും. നീ കോളേജ് വിടുന്ന ഉടനെ നടന്നു വരുവാന്നേലും അതെടുത്ത് കഴിക്കുമെന്ന് പറയും. ചില ദിവസം കൊടുക്കത്തില്ല. അപ്പം ഞാൻ ഇന്ന് 2 ടിഫിൻ ഇവന് കൊടുത്തു വിടുന്നുണ്ട്. ടൂത്ത് പിക്ക് കുഞ്ഞ് ഇതുണ്ടല്ലേ, അതിട്ടങ്ങ് ഫോർക്ക് പോലുള്ളത് കൊണ്ട് അങ്ങ് കൊടുത്തു വിടും. അപ്പോൾ ലാസ്റ്റിൽ ഇച്ചിരി ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചിട്ടുണ്ടേ. അത് ചേർക്കുമ്പം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു ഇച്ചിരി മധുരം പോലെ ഇരിക്കുക. എല്ലാ പിള്ളേർക്കും അതങ്ങനെ ഈ മസാലയുടെ കൂടെ ഇച്ചിരി ടൊമാറ്റോ സോസ് കൂടെ ചേർക്കുന്നതേ അത് കഴിക്കാനൊരു പ്രത്യേക ഒരു ഇത് കാണും. അന്നേരം ഞാൻ മസാല ഇഡലി ഉണ്ടാക്കി അവനെ ടിഫിനൊക്കെ എടുത്ത് വെച്ചു. അവനെ കുടിപ്പിച്ചിട്ട് പിന്നെ ഞാൻ പോയി എൻ്റെ അകത്തിരുന്ന് എൻ്റെ വീഡിയോകളൊക്കെ അപ്ലോഡൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഞാനും കഴിക്കാനെടുത്ത് സാമ്പാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് രാവിലത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഇരുമ്പമ്പുളി അച്ചാറിട്ടില്ലേ, 2 ദിവസം കൊണ്ട് അതിങ്ങനെ വെളിയിലിരിക്കുമായിരുന്നു. നിങ്ങൾ നോക്കേ, ഞാൻ ഒരു ഇച്ചിരി പോലും വെള്ളം ഒഴിച്ചില്ല, പുളി മാത്രമേ ഇട്ടുള്ളൂ. അപ്പോൾ ആ പുളി ഇപ്പോൾ അങ്ങ് സോഫ്റ്റായി, അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഊറിയ വെള്ളമാണ്. അപ്പോൾ അത് ഞാൻ ദീപാവലി ആയില്ല, അതിനുമ്പട്ടേ ഇവിടെ ഭയങ്കര പടക്കം പൊട്ടിയിട്ട് അത് അച്ചാറങ്ങോട്ട് ഓപ്പൺ ചെയ്തപ്പോഴേ, പാത്രം ഒന്ന് തുറന്നപ്പോഴേ നല്ല മണം. എനിക്ക് വായിൽ നിന്ന് വെള്ളം വരും. എനിക്ക് ഇരുമ്പമ്പുളി അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്, പ്രൈസിനും ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചുകൂടെ ഞാൻ പറഞ്ഞ പിള്ളേരെ കുറച്ചുകൂടെ ഞാനങ്ങ് ഇട്ടും പോയി. കാരണം ഞാൻ പറഞ്ഞില്ലേ മണ്ടേന്നില്ല വീണതായതുകൊണ്ട് അത് ഇനിയും വെച്ചേക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് ഇട്ടതാണ്. അല്ലേ ഞാൻ ഇച്ചിരിയും കൂടെ പറിച്ചിട്ട് ഇടത്തുള്ളായിരുന്നു. മറാഠി നല്ലതായിട്ട് പോയി. ബിസ്ക്കറ്റ് എല്ലാം തിന്നുള്ളൂ. ദോശ ഉണ്ടാക്കി തരട്ടെ? ദോശയും സാമ്പാറും ഉണ്ട്. ഒരു ബിസ്ക്കറ്റ് എന്തിയാ പിന്നെ? കൂട്ടുകാരനെടുത്താ? ആരായിരുന്നു? ആ വഴക്കാളി കൊച്ചായിരുന്നോ? ആർക്കാ ബിസ്ക്കറ്റ് കൊടുത്തേ? സാരമില്ല. ഓക്കെ, ഇനി ഡ്രസ്സ് അത് ഊരി ആങ്കറയിലോട്ടിട്. അമ്മ ദോശ ഉണ്ടാക്കി തരാം. മുഖമൊക്കെ കഴുകുക, അങ്ങനെ ഫേസൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകുക. ഞാൻ ആ വഴക്കാളി കൊച്ചെന്ന് പറഞ്ഞതേ, 2 ദിവസത്തിന് മുമ്പോട്ട് ഒരാളെ ഞാൻ വന്നാണ് ഇവിടെ ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നു, നഖം ആന്തി അങ്ങനെ ഇരിക്കും. ഞാൻ ചോദിച്ചാൽ അവനിങ്ങനെ ഒരു കൊച്ചൻ ഇങ്ങനെ ചെള്ളക്കി പിച്ചിയതാണെന്ന് പറയും. പിന്നെ ബസ്സിൽ ആൻറ്റി അടുത്ത് പറഞ്ഞെന്ന് പറയുന്നു, ഭയങ്കര അങ്ങനെ ഗ്രൂപ്പിലും ഇങ്ങനെ അഡ്മിൻ പറഞ്ഞായിരുന്നു, ഇന്ന കുട്ടിയുടെ അമ്മ എത്രയും പെട്ടെന്ന് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. സ്കൂളിലും സാറുമാർ വഴക്ക് പറഞ്ഞെന്ന് പറയുന്നിട്ട് അവൻ പോകണ്ടാത്ത സ്ഥലത്തൊക്കെ പോവും,
അവൻ അടങ്ങിയിരിക്കത്തില്ല, ഒരു വല്ലാത്ത വച്ചാണ്. അവൻ പിച്ചും കൊണ്ടോണ്ടിങ്ങി വന്ന്. ഓക്കെ, ഞാൻ അവന് ദോശ ഉണ്ടാക്കി കൊടുക്കട്ടെ. ഇവിടെ പപ്പായ്ക്കും ഇവനും പോളിനൊക്കെ, എനിക്കും അത് തന്നെ കട്ടി കുറഞ്ഞ ദോശ ഇഷ്ടമാണ്. പിന്നെ ഡാഡിക്ക് പിന്നെ അങ്ങനൊന്നുമില്ല, കട്ടി കുറഞ്ഞതും അല്ലാത്ത ഏത് കൊടുത്താലും കുഴപ്പമില്ല. അത് തിരിച്ചിടേണ്ട ആവശ്യമില്ല, മുകളെല്ലാം നന്നായിട്ട് മുരിഞ്ഞ്. എന്നാലും നമ്മളില്ല പണ്ട് തൊട്ടേ ഇല്ലേ ശീലിച്ചതാണ് മറിച്ചിട്ടുള്ള ഉണ്ടാക്കൽ. അതുകൊണ്ട് അങ്ങ് ഓട്ടോമാറ്റിക്കലി അങ്ങ് മറിച്ചിടും, എത്ര മണ്ട മുരിഞ്ഞാന്നില്ല. മാവ് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല, വെളിയിൽ തന്നെ ഇരിക്കുമായിരുന്നു. ഇപ്പം ഞാൻ ചിന്തിച്ച് വെളിയിൽ ഇരുന്നപ്പോൾ ഒത്തിരി അങ്ങ് പുളിക്കും. അങ്ങനെ വലുതായിട്ടൊന്നും പുളിച്ചതൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഇന്നലെ ചോറല്ല അരച്ചത്, അവല അരച്ചത്. അതുകൊണ്ട് ചോറ് അരയ്ക്കുമ്പോഴാണ് കൂടുതൽ എനിക്ക് പുളി പോലെ തോന്നിയിട്ടുള്ളത്. അവലാകുമ്പോൾ അത്ര അങ്ങോട്ട് പുളിച്ച് കയറി ആ സ്മെല്ല് വരത്തില്ല. ലാസ്റ്റ് മാവായിരുന്നു, വലിയ ഒരെണ്ണം നോക്കി. അയ്യോ, ഇച്ചിരി മീനുണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് കപ്പ അഴിക്കേണ്ടിയിട്ട് ഇച്ചിരി ചാറായിട്ടാണ് എടുത്തത്, അതുകൊണ്ട് ഇച്ചിരി ചാറുണ്ട് ഇപ്പോഴും. ദോശയും സാമ്പാറും. അപ്പം ഉരുളൻകിഴങ്ങും വെണ്ടയ്ക്കയും കൊണ്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഇച്ചിരി കടുക് ഇട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്, എന്നിട്ട് സവാള ഇട്ട് കൊടുത്ത് അത് ഉരുളൻകിഴങ്ങൊക്കെ വെണ്ടയ്ക്ക ഉരുളൻകിഴങ്ങ് കൂടി ഇട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുമ്പോൾ അത് അവിടെ കിടന്ന് ആയിക്കോളും. പിന്നെ നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്യാം, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് ഡബ്ബകൾ, ഇങ്ങനെ ബൗളുകൾ, 3-4 സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. അപ്പം ഞാനല്ല ചെയ്തത്, റീച്ചാനാണ് ചെയ്തത്. അപ്പോൾ അത് എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ചാണ് നമ്മൾ ഓർഡർ ചെയ്തെങ്കിലും ഓരോന്നോരോന്നായിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നൊരെണ്ണം വന്നിട്ടുണ്ട്, അത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കാമേ. ബൗളായിരുന്നു വാങ്ങിച്ചത്. ഇതിലേക്കൊക്കെ ബൗളും അങ്ങനെയുള്ളത് വാങ്ങിച്ചു. ഒരെണ്ണം വന്നു, അത് ഞാനൊന്ന് പൊട്ടിക്കട്ടെ. ഇത് 3 സെറ്റുള്ള. മൂന്ന് ബൗളാണ്. ഒന്ന് 2200 ml, 1950 ml, 1650 ml. 100% ഫുഡ് ഗ്രേഡ്, മൈക്രോവേവിൽ വയ്ക്കാം, ഡിഷ് വാഷർ സേഫ്. ഇത് ഒരു സ്കീം ഉണ്ടായിരുന്നു, 500 റേറ്റ്. പക്ഷെ നമുക്ക് 240-30 സംതിങ്ങിന് 300-നകത്താണ് കിട്ടിയത്. ഇത് 1650 ml. ഇത് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ഇത് 2200 ml. അടപ്പുള്ള ഇച്ചിരി പ്രശ്നമുണ്ടല്ലോ അടപ്പിന്. അപ്പം ഈ ഒരെണ്ണം അടയ്ക്കാം, പക്ഷേ അങ്ങ് ഇച്ചിരി ഒരു സൂക്ഷിച്ച് നമ്മൾ ശരിക്കും അടച്ചാലേ ഒക്കത്തുള്ളൂ. അപ്പം വേണമെങ്കിൽ നമുക്ക് അത് തിരിച്ച് കൊടുക്കാം. പക്ഷേ ഞാൻ അന്നേരം റീച്ചാർജ് പറഞ്ഞു, റീച്ചാർജ് തിരിച്ചു കൊടുക്കണമെന്ന്. പിന്നെ ഞാൻ ചോദിച്ചു അത്ര വലിയ ഇതിനൊന്നും നമുക്ക് അടച്ചങ്ങ് വെക്കണ്ട, അതുകൊണ്ട്
ഇനി തിരിച്ചു കൊടുക്കണ്ടെന്ന്. കാരണം ഇത് നല്ല ഐക്കാടെ പാത്രങ്ങളുണ്ടല്ലേ, അതുപോലൊക്കെയുള്ള നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള ഡബ്ബയാണ് കേട്ടോ. നമ്മളിത് അത്രയും വിലയുടെ ആണെങ്കിലും വെറും നിസാര പ്ലാസ്റ്റിക് പോലുള്ളതല്ല, നല്ല കട്ടിയുണ്ട്. അതുകൊണ്ട് ഞാനങ്ങ് നമുക്ക് ഈ ഫോട്ടോയിൽ കണ്ടപ്പോൾ കളറ് നമ്മൾ സെലക്ട് ചെയ്ത് വേറെ ആയിരുന്നു, പക്ഷെ വന്നത് ഈ കളറായിരുന്നു. എന്നിട്ട് ഞാൻ വേറെ ഓർഡർ ചെയ്തേക്കുന്നത് ഇതുപോലുള്ള കണ്ടെയ്നറാണ്. റീച്ചാൻ പറ എന്തിനാ ഇതൊക്കെ, ഇതെവിടാ വെക്കണ്ടിയേ, ഒന്നാമത് നമുക്കിവിടെ സ്ഥലമില്ലല്ലേ. ശരിയുമാ, ഒരു ഷോക്കേസ് മൊത്തത്തിൽ കുറേ അതിൻ്റെ അകത്ത് കുറേ ബൗളുകളും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ വെക്കാൻ സൗകര്യമില്ലല്ലോ, അതിൻ്റെ ഒരു കാരണം. എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ ഓരോന്നിങ്ങനെ ഓഫർ വന്ന് ഇങ്ങനെ നമ്മുടെ മൊബൈൽ തുറക്കുമ്പോഴേ കാണും. അതെല്ലാം വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. നമ്മൾ ഈ സ്ത്രീകൾക്ക് എത്ര കിട്ടിയാലും തികയത്തില്ലല്ലേ. എല്ലാം നല്ല നല്ല സാധനങ്ങൾ. ചില സമയത്ത് ഇങ്ങനെ ഇനിയിപ്പോൾ ദീപാവലി ഓഫറെന്നും പറഞ്ഞ് കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ ബീട്രൂട്ട് തോരൻ വയ്ക്കാനായിട്ട് ബീട്രൂട്ടും ക്യാരറ്റും കൂടെ അതൊന്ന് ചോപ്പറിയിട്ടൊന്ന് ചോപ്പ് ചെയ്തായിരുന്നേ. ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും താഴെ ഒരു വെടി പൊട്ടുന്നത്. നെഞ്ചൂടങ്ങ് കിലുങ്ങുന്നുള്ള പേടിച്ചു പോകും നമ്മൾ. ഇനിയും എല്ലാവർക്കും എനിക്കിതിന് ഈ ദീപാവലി ആവുന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഭയങ്കരമായിട്ടിട്ട് പൊട്ടിക്കുമല്ലേ. അപ്പം ഞാൻ ചെന്ന് നമുക്കിവിടെ ഒരു BMC ഗ്രൗണ്ട് ഫ്രണ്ടിലുണ്ട്. ഞാൻ പറയാമായിരുന്നു എല്ലാവരും പ്രായമുള്ളവരും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കും ഇതിൻ്റെ പുക ഏൽക്കുന്നുണ്ടെ എനിക്ക് ഒരു ശ്വാസം മുട്ടൽ പോലൊക്കെ തോന്നും. ഞാൻ പറയുന്നത് BMC ഗ്രൗണ്ടിൽ പോയി പടക്കം പൊട്ടിക്കുന്നവർ പൊട്ടിച്ചാൽ നല്ലതായിരുന്നു. പ്രായമുള്ളവരും ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ശ്വസിക്കുമ്പോൾ പ്രശ്നമല്ലേ. ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് പിള്ളേർ. ഞാൻ ബീട്രൂട്ട് തോരൻ വെച്ച പാത്രമേ നമ്മൾ മെഴുക്ക് പുരട്ടി വെച്ചില്ലേ, മെഴുക്ക് പുരട്ടി ഞാൻ വേറൊരു പാത്രത്തിലാക്കിയിട്ട് ആ പാനിൻ്റെ അകത്ത് തന്നെ എടുത്തത്. അപ്പം കഴിഞ്ഞ ദിവസം മായ എന്നോട് ചോദിച്ചായിരുന്നു, ചേച്ചി ഈ വെജിറ്റബിളൊക്കെ നോൺ വെജ് വെക്കുന്ന പാത്രത്തിൽ വെജിറ്റബിൾ ഇതും ഉണ്ടാക്കുമെന്ന് വെച്ചാൽ അങ്ങ് ഉണ്ടാക്കും. നമുക്കിപ്പം പാത്രങ്ങൾ അങ്ങനെ സെപ്പറേറ്റ് അതിന് ഇന്നത് സെപ്പറേറ്റ് എന്ന് അങ്ങനെ മാറ്റിയിട്ടില്ല. ഇവിടെ ഇപ്പം നമ്മുടെ വീട്ടിലെല്ലാവരും നോൺ വെജും കഴിക്കുന്നവരാണല്ലേ. അതല്ല എങ്കിൽ ഇപ്പോൾ ആരെങ്കിലും നോൺ വെജ് കഴിക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പാത്രം മാറ്റി വെക്കണം. ഇതിപ്പോൾ ഇവിടെ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ നോൺ വെജ് വെക്കുന്നതിൽ വെജിറ്റബിൾ കറിയും എല്ലാം ഉണ്ടാക്കും. പിന്നെ തൈരുണ്ടായിരുന്നു, അതൊന്ന് ഉടച്ച് ഇപ്പം മോരിന് കടുകൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. ഞാൻ ഈ ഓട്ടമോര ഉണ്ടാക്കുന്നത്, അതായത് നമ്മൾ തേങ്ങ അരച്ച് ചേർക്കാത്ത മോര ഉണ്ടാക്കുന്നത്. അപ്പോൾ അഥവാ ചില സമയത്തെങ്ങാനും തൈരിത്തിരി കുറവായിട്ട് തോന്നുവാണെങ്കിൽ ഇച്ചിരി തേങ്ങ അരച്ച് അങ്ങനെ ചെയ്യും. അപ്പം ഞാൻ പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ചൂര വെട്ടിയുണ്ടേ, അതിൽ നിന്ന് കുറച്ച് ഞാൻ കട്ടി കുറച്ച് സ്ലൈസാക്കി വലിയ പീസ് ഞാൻ നടുക്കൂടൊക്കെ പീസാക്കി വെച്ചിട്ടുണ്ട്. അത് വറക്കാനായിട്ടാണ്, അതാ ഇന്നിപ്പം വറക്കുന്നത്. ഞാൻ മസാല പുരട്ടാൻ നേരം ഇച്ചിരി ഒരു 2 ടീസ്പൂൺ കടലമാവ് കൂടെ ചേർത്താൽ ഒന്ന് ഇത് ചെയ്തതേ മസാല പുരട്ടി. അതുകൊണ്ട് അത് നമ്മൾ വറക്കുന്ന ഉടനെ ഇച്ചിരി കോട്ടിങ്ങായിട്ട് നന്നായിട്ട് അതിരിക്കും. ഈ വറുക്കുന്നതിൻ്റെ അകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കുവാണെങ്കിൽ ഈ തന്തൂരി ചിക്കൻ്റെ ഒക്കെ നമ്മൾ തന്തൂരിയുടെ മണം ഉണ്ടല്ലോ, ആ ഒരു മണം വരും. അതുകൊണ്ട് അത് ചേർക്കുവാണെങ്കിൽ കുറേ കൂടെ നല്ല, പിന്നെ പെരിഞ്ചീരകം കൂടെ ചേർക്കുവാണെങ്കിൽ കുറേ കൂടെ നല്ലൊരു മണം കിട്ടും. ചില സമയത്ത് ഞാൻ ഗരം മസാല ചേർക്കും. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടോ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.